ഹായ് നമസ്കാരം. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വളരെ അടുത്തായി പള്ളിക്കരയിൽ 5.5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ട് നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീട്. KW വാട്ടർ കണക്ഷനും കിണർ വെള്ളവും ഈ വീട്ടിൽ ലഭ്യമാണ്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 100 മീറ്റർ മാത്രമാണ്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും വലിയറമ്പിൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടംപററി ഡിസൈനും മോഡേൺ ഡിസൈനും ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഈ ഭാഗത്തായി ഒരു എ ടൈപ്പ് സ്ട്രക്ചർ നൽകിയിരിക്കുന്നു. അതിൻ്റെ അടിയിലായിട്ടാണ് ബാൽക്കണി. ഈ ഭാഗത്തായി ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ നൽകിയിരിക്കുന്നു. അതിൻ്റെ അകത്തായി ഒരു ജനലും കൊടുത്തിരിക്കുന്നു. ഫുൾ ലെങ്ത് ആയിട്ടാണ് ബാൽക്കണി നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായി ടെക്സ്ചർ വർക്കുകൾ നൽകിയിരിക്കുന്നു. ഇവിടെയും ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ നൽകിയിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലായി ഒരു ജനലും കൊടുത്തിരിക്കുന്നു. മുകളിലായി ധാരാളം LED ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ വീടിൻ്റെ ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. GI ഷീറ്റും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ്. ഈ വീടിൻ്റെ മുന്നിലായി കാണുന്നത് ഈ കാണുന്ന 4 മീറ്റർ വിടുത്തുള്ള റോഡാണ്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുറ്റത്തെ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം 4-3 വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഗേറ്റിൽ നിന്ന് തുടങ്ങാം. GI ഷീറ്റും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ളൊരു ഗേറ്റ്. ഈ വീടിൻ്റെ മുന്നിലായി കാണുന്നത് ഈ കാണുന്ന 5 മീറ്റർ വിടുത്തുള്ള റോഡാണ്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ടിൽ വിരിച്ചിട്ടുള്ളത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. അത്യാവശ്യം 4-3 വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിശാലമായിട്ടുള്ള മുറ്റമാണ് ഈ വീട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായി ഒരു കിണറും നൽകിയിരിക്കുന്നു. എൻ്റെ പുറകിലായി നമ്മൾ നേരത്തെ കണ്ട ആ ജനൽ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായി നേരത്തെ പറഞ്ഞ പോലെ ആ ടെക്സ്ചർ വർക്കും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തും അത്യാവശ്യം വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഈ ഭാഗത്തും ആ ജനൽ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സൗകര്യവും നൽകിയിരിക്കുന്നു. വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 2 സ്റ്റെപ്പും കൊടുത്തിരിക്കുന്നു. നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട്. ഈ ഭാഗത്തായി ഈ ഒരു പില്ലർ നൽകിയിരിക്കുന്നു. പില്ലറിൽ ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് മെയിൻ ഡോർ നിർമ്മിച്ചിട്ടുള്ളത് തേക്കുട്ടിലാണ്. 2 വാളയായിട്ടാണ് മെയിൻ ഡോർ നിർമ്മിച്ചിട്ടുള്ളത്. ഹാൻഡിലും 2 എണ്ണം നൽകിയിട്ടുണ്ട്. വാഷ് കൗണ്ടറിനോട് ചേർന്നായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം. വാഷ് കൗണ്ടറിനോട് ചേർന്നായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം. 14 അടി നീളവും 11 അടി വീതിയുമായിട്ടാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്ത് 2 ജനലുകളും നൽകിയിരിക്കുന്നു. ഇവിടെ 3 വാളയുടെ ഒരു ജനലും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് തന്നിരിക്കുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിൽ നൽകിയിരിക്കുന്നു. ഇവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നു. ഇവിടെ ലൂർ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ടൈൽ വരുന്നത് ഗ്ലോസി ടൈലാണ്. താഴെയായി മാറ്റ് ഫിനിഷുള്ള ടൈലും. ഈ ഭാഗത്തായി വാഷ് ബേസിൻ, സെൻറ്റർ ഭാഗത്തായി ക്ലോസറ്റ്, ഈ വശത്തായി ഷവറും കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ 3 വാളിലുള്ള ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിൽ ഇവിടെയും നൽകിയിരിക്കുന്നു. ധാരാളം സ്റ്റോറേജ് സ്പേസും ലഭ്യമാണ്. ഈ ഭാഗത്തായി ഡ്രസ്സിങ് ഏരിയ, ലൂർ ഡിസൈൻ, താഴെയായി സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ഇതാണ് ബാത്റൂം.
ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് നിർമ്മിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റും ടൈലും ഉപയോഗിച്ചിട്ടാണ്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലാണ്. ഈ ഭാഗത്തായി 3 വാളിലുള്ള ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പ് നേരെ വരുന്നത് ഈ കാണുന്ന യു ഷേപ്പിലുള്ള അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ 3 വാളിലുള്ള ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ ബേ വിൻഡോ കൺസെപ്റ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 3 വാളിലുള്ള ഒരു ജനലും നൽകിയിട്ടുണ്ട്. മുകളിലായി ഫോൾ സീലിംഗ് വർക്ക് നല്ല മനോഹരമായി ചെയ്തിരിക്കുന്നു. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഷാൻഡിയറും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. 11 അടി നീളവും 10 അടി വീതിയുമായിട്ടാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ 2 വാളുള്ള ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ 3 വാളുള്ള ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ. ഈ ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. 12 അടി നീളവും 11 അടി വീതിയുമുള്ള മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം. ഇവിടെ 3 വാളുള്ള ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ 3 വാളുള്ള ഒരു ജനൽ നൽകിയിരിക്കുന്നു. മുകളിലായി LED ലൈറ്റ് ബേ വിൻഡോ കൺസെപ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇത്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് യൂട്ടിലിറ്റി സ്പേസിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ പോയിന്റും കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാൽക്കണി നോക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി. ഇവിടെ ഒരു പില്ലർ നൽകിയിരിക്കുന്നു. പില്ലറിൽ ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് റെയിൽ നിർമ്മിച്ചിട്ടുള്ളത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ്. ഈ ഭാഗത്തായി നല്ല വീതിയിലുള്ള നല്ല നീളത്തിലുള്ള ബാൽക്കണി. ഇവിടെയും അതുപോലെ തന്നെ ഒരു ബാൽക്കണി കൊടുത്തിരിക്കുന്നു. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വളരെ അടുത്തായി പള്ളിക്കരയിൽ 5.5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 100 മീറ്റർ മാത്രമാണ്. വീടിൻ്റെ വില ചോദിക്കുന്നത് 82 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.